ഹായ് ഗായ്സ്, യാസിൻ ഗൈരിക്കര എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മനാഫ് എന്ന് പറഞ്ഞ ലോറി ഉടമ, അർജുൻ എന്ന് പറഞ്ഞ മനാഫിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ജോലിക്കാരൻ, ഇവർ രണ്ടുപേരുടെയും ഒരു ആത്മബന്ധം, ഒരു ഉടമ അവൻ്റെ ജോലിക്കാരെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് 2 മാസത്തോളമായിട്ട് 72 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. വളരെ വേദനാജനകമായിട്ടുള്ളൊരു മുഹൂർത്തമായിരുന്നു ഇന്നലെ ശിരൂരിൽ കണ്ടത്. ആ ലോറി പൊക്കുന്നതും എല്ലാ സെർച്ചിങ്ങും ചെയ്തു, എത്രയോ അവിടെ ഉണ്ടാകും CP4, CP3, CP2 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത നേവിയുടെയൊക്കെ സ്ട്രോങ് സിഗ്നലുള്ള ഭാഗത്തൊന്നും കാണാതായപ്പോൾ വളരെ സങ്കടകരമായി ഒരു സിറ്റുവേഷനായിരുന്നു മിനിഞ്ഞാന്ന് ശിരൂരിലുണ്ടായത്. പക്ഷേ എന്തോ ഒരു ഭാഗ്യം പോലെ ഇന്നലെ അവർക്ക് ആ ഒരു ലോറി കണ്ടെത്താനും അർജുൻ്റെ ശേഷിപ്പ് അതിൽ നിന്ന് എടുക്കാനും സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു സമാധാനമാണ് ആ കുടുംബത്തിന്. അർജുൻ അങ്ങനെ കിട്ടണം എന്നല്ല നമ്മളാരും ആഗ്രഹിച്ചത്. അർജുൻ ജീവനോടെ തന്നെ തിരിച്ചു വരണം എന്നായിരുന്നു കേരളം ഒന്നടങ്കം പ്രാർത്ഥിച്ചതും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ മാറി നമുക്കതൊരു ഫെയ്ത്താണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കൊരു വിധിയാണ്, നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടുത്തെ വിഷയം മനാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ലോറി ഉടമയുടെ ഒരു സ്നേഹം, കരുതലും ഒക്കെയാണ്. ഇന്നലെ അർജുനെ കിട്ടിയ സമയത്ത് ആദ്യം റിപ്പോർട്ടറുകൾ പോയത് മനാഫിൻ്റെ അടുത്തായിരുന്നു. എന്ത് തോന്നുന്നു എന്ന് മനാഫിനോട് ചോദിച്ചപ്പോൾ മനാഫിൻ്റെ കണ്ണിന്ന് കണ്ണുനീര് വരുന്നത് നമ്മൾ കണ്ടു, വാക്കുകൾ ഇടർന്നത് കണ്ടു. ഒരാൾക്കൊരിക്കലും അങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല. 2 മാസത്തോളമായിട്ട് അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം, ആളുകളുടെ കുറ്റപ്പെടുത്തൽ, ഒരുപാട് ആളുകൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, തൻ്റെ ജോലിക്കാരനല്ലേ, എന്തിന് താങ്കൾ ഈ ഒരു സമയവും ഒക്കെ വേസ്റ്റാക്കി ഇങ്ങനെ നിൽക്കണം എന്നുള്ളത്. ഒരുപാട് പേരുകൾ അങ്ങനെ പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ടും കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നത് വരെ അവിടെ നമ്മളെപ്പോഴും ക്യാമറ ആ ഭാഗത്തുണ്ടാവുമ്പോൾ എല്ലാപ്പോഴും നമ്മൾ മനാഫിനെ കണ്ടു. പലരും പറയുന്ന ആ ലോറിക്ക് വേണ്ടിയാണ് മനാഫ് നിൽക്കുന്നത്, പലരും പറഞ്ഞു അർജുനെ മനാഫ് കൊന്നതാണ് എന്നൊക്കെ അയാളെ കുറ്റപ്പെടുത്തി. അദ്ദേഹം കരഞ്ഞു പറഞ്ഞത് നമ്മൾ കണ്ടു. ഇനി ലോറിക്ക് വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു എന്നുണ്ടെങ്കിൽ തന്നെ എന്താണ് കുഴപ്പം? അദ്ദേഹത്തിൻ്റെ ലോറിയല്ലേ. ഒരു ആയുസിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഒക്കെ ഫലമായിരിക്കാം ഇപ്പോഴത്തെ മനാഫ് എന്ന് പറയുന്ന ലോറി മുതലാളി. ആദ്യം തന്നെ ആരും മുതലാളിമാരായിട്ട് ജനിക്കുന്നില്ല, ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഒക്കെ ആയിരിക്കും. ഭാരത് ബെൻസ് പോലത്തെ ഒരു ലോറി, അതിൽ ഒരുപാട് ലോഡും എത്ര ലക്ഷക്കണക്കിന് രൂപയായിരിക്കും ആ പുഴയിലോട്ട് പോയത്. അതിൻ്റെ സങ്കടം ഒരാൾക്ക് എന്തായാലും ഉണ്ടാവില്ലേ. എന്നിട്ട് പോലും ആ ഒരു ലോറി കിട്ടിയ നേരത്ത് പോലും അദ്ദേഹം പറഞ്ഞത് അർജുൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ആ ലോറി അതിക്കാൻ ഇട്ടോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞതാണ്. ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളൊരു കാര്യമാണത്, ഒരിക്കലും ആക്ടിങ് അല്ല. എന്നാലും പറയും ആളുകൾ അത് ആക്ടിങ് ആണെന്ന്. നമ്മുടെ സമൂഹം അങ്ങനെയാണ്, അത് നമുക്കൊന്നും ചെയ്യാനുമില്ല, പറയാനുമില്ല. നമ്മൾ കാണിച്ചു കൊടുക്കുക ആളുകൾക്ക് ഇങ്ങനെയാണെന്ന്. മനാഫിനെ പോലത്തെ ആളുകൾ ഈ ലോകത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ടൈമായി എന്നുള്ളതാണ്, അത്രമാത്രം. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ ലോറി വലിച്ചു കയറ്റുന്നത് എന്ന്. പലർക്കും ചില ആളുകൾക്കൊന്നും അറിയാത്തതുണ്ടാവും. അർജുൻ്റെ ശരീരം എല്ലാം കിട്ടിയിട്ടില്ല, അർജുൻ്റെ തലഭാഗം കിട്ടിയിട്ടില്ല, ബാക്കി ചില പാർട്സുകൾ ഇപ്പോഴും കിട്ടാനുണ്ട്. അപ്പോൾ ആ ലോറിയുടെ ഒരു അവസ്ഥ നമ്മളെല്ലാവരും കണ്ടതാണ്. ആ ലോറി അതിനെ അനുസരിച്ച് ഫുള്ള് കയറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ലവണ്ണം സെർച്ചിങ് ചെയ്യണം. എന്തെങ്കിലും അവശേഷിപ്പുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ശരീരഭാഗങ്ങളുടെ ഇതും കൂടിയും കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അതിനാണ് ആ ലോറി കയറ്റുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് ഒരു വിഷയം. അർജുൻ്റെയും മനാഫിൻ്റെയും ഒരു ആത്മബന്ധം എത്രത്തോളമാണ് എന്നുള്ളത്, തൻ്റെ ജോലിക്കാരെ എത്രമാത്രം അദ്ദേഹം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാഴ്ചയാണ് 2 മാസത്തോളമായിട്ട് നമ്മൾ കണ്ടത്.
പിന്നെ നമ്മളിൽ പല ആളുകളും കർണാടക സർക്കാരിനെയും ഒക്കെ നമ്മൾ കുറ്റപ്പെടുത്തി. പക്ഷെ നമ്മൾ അവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട്. അവരൊക്കെ നല്ല രീതിയിൽ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ, അംഗീകരിച്ചേ പറ്റൂ. അത്രക്ക് അവർ അതിന് പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഒരു കോർഡിനേഷൻ, നമ്മുടെ മലയാളികളെ പോലെ ഒരു കോർഡിനേഷൻ അവിടെ ഇല്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അത് മലയാളി നമ്പർ 1 തന്നെയാണ്. അതിന് യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി ഇതിലുള്ളതല്ല, നമ്മുടെ ആലോചനകളിലോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നിടത്തോ ഇല്ല കാര്യമല്ല എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്നലെ ആ ലോറിയുടെ അവസ്ഥ കണ്ട് നമുക്ക് മനസ്സിലാവും. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്കിപ്പോൾ അർജുനെ ആ അപകടം നടന്ന അന്ന് കിട്ടിപ്പോലും അർജുനെ ജീവനോടെ കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ആ ലോറിയുടെ ഒരു അവസ്ഥ അത്രത്തോളം ഭയാനകരമാണ് എന്നുള്ളത് ഒരു സംശയവുമില്ല. നാച്ചുറൽ ഡിസാസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ്റെ ലോറി കിടന്നിരുന്നത് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അല്ലേ. അർജുൻ്റെ ലോറി ആ പുഴയുടെ ഓപ്പോസിറ്റ് സൈഡായിരുന്നു കിടന്നിരുന്നത്, അപ്പുറത്തെ ഭാഗത്തായിരുന്നു. ആ ഡിവൈഡറും കടന്ന് ആ ഒരു റോഡിൻ്റെ വീതിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരിക്കലും അത് പുഴയിലോട്ട് എത്തില്ല എന്നുള്ളത്. പക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്നതിൽ അപ്പുറത്താണെന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പുറത്തെ സൈഡിൽ നിന്ന് ആ ഡിവൈഡറും കടന്ന് എത്ര വലിയ ലോഡുള്ള ഭാരത് ബെൻസിൻ്റെ ഒരു ലോറി കൊണ്ടുപോയി പുഴയിലോട്ട്, ഗംഗാവലി പുഴയിലോട്ട് ഇട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എത്രയോ ഭയാനകരമായിരിക്കും അപ്പത്തുണ്ടായ ഒരു ആഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെല്ലാം പോട്ട് നമുക്ക് വയനാട്ടിലോട്ട് വന്നാൽ മതി. വയനാട്ടിൽ ഇപ്പോഴും ഒരുപാട് ആളുകളുടെ മൃതദേഹങ്ങൾ, അവരുടെ ശരീരഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മളെ കേരളത്തിലാണിത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു അവിടെ കാണുന്ന നമ്മളെ കേരളത്തിൽ കാണുന്ന ഒരു കോർഡിനേഷൻ അവിടെ ഇല്ല എന്നുള്ളത്. അത് സത്യമാണ്. നമ്മൾ കേരളത്തിൽ എവിടെ ഉണ്ടായാലും എല്ലാത്തിനും നല്ല രീതിയിൽ ആളുകൾ ഉണ്ട്. പക്ഷേ നമുക്ക് നമ്മളുടെ മുകളിലാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരാളെ പോലും നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഒരുപാട് പേര് ഇപ്പോഴും വയനാടിൻ്റെ മണ്ണിൽ പോയി, അവരിനി കിട്ടുകയില്ല. ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഇതാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കുമെന്ന്. ഒരു കാര്യം കൂടി എനിക്ക് കൂടിച്ചേർക്കാനുള്ളത്, ഇവിടെ മതം പറയണം എന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ല. പക്ഷേ നമ്മുടെ ഈ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി, പേടിപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ. മുസ്ലിമായ മനാഫും ഹിന്ദുവായ അർജുനും, അങ്ങനെ തന്നെ പറയാം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, എന്തിനാണ് ഈ ഒരു വർഗീയത കാര്യങ്ങളൊക്കെ? നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മളൊക്കെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും നമ്മളൊക്കെ നമ്മളെ മനുഷ്യരായി കാണുക. അങ്ങനെ കണ്ടാൽ തന്നെ നമ്മുടെ ഈ ലോകം രക്ഷപ്പെടുകയുള്ളൂ. നമ്മൾ അങ്ങനെ തന്നെ പറയാം. കാരണം അത്രത്തോളം വർഗീയതയാണ് പല ആളുകളും നമ്മൾ കാണുന്നത്. ഞാനൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള ആളാണ്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ, ഞാനടക്കം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നേരം ചെലവഴിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ കാണുന്നതാണ്. ഞാനൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഓരോ കമൻറ്റ് സെക്ഷനിലും എത്രമാത്രം ഹാട്രഡാണ് ഇവർ. നമ്മളെന്തോ ചെയ്ത മാതിരിയാണ് ഒരു മുസ്ലിമിനെ കാണുന്നത്. അത്ര അങ്ങോട്ട് ഞാൻ ഹിന്ദുസിനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഒരു മുസ്ലിം സഹോദരനെ അല്ലെങ്കിൽ ഒരു മുസ്ലിം സമുദായത്തിന് അത്രമാത്രം നമ്മളെന്തോ ചെയ്ത പോലെയാണ് ഇവർ പെരുമാറുന്നതും കാര്യങ്ങളൊക്കെ. എല്ലാവരും അല്ല, ഞാൻ പറയുന്നില്ല ഓരോരുത്തരും. എൻ്റെ ഈ വാക്കുകൾ കൂടെ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. സങ്കടമാണ് ഇതൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞ് നമ്മളെ കേരളത്തിൽ പോലും ഇത് അത്രത്തോളം ഓവർ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. മതം വേണം, മതം ഉണ്ടായിക്കോട്ടെ. മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും